ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മസാല ബിസ്ക്കറ്റ്. നമ്മൾ കുറേ ടൈപ്പ് ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് മസാലയും കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും, ഒരു 100 ഗ്രാം ബട്ടറും, പിന്നെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 ചുവന്നുള്ളിയും അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കും ചെയ്തെടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും വേണം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. 1.5 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെയധികം വേണ്ട, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രഷ് കോക്കനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിടി ചുവന്നുള്ളിയാണ്, ഞാനൊരു 6 ചുവന്നുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി വെളുത്തുള്ളി, ഇതൊരു വലിയ വെളുത്തുള്ളിയാണ്, ഞാനൊരു 4-5 വെളുത്തുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഞാനും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് പട്ട പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പട്ട പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിൽ ആദ്യം ഒന്ന് അരച്ചപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ അരച്ചെടുത്ത് വരണം. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 100 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയ മെൽറ്റഡ് ബട്ടർ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/4 കപ്പ് തികച്ചും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം കുക്കീസിന് ഒട്ടും അധികം മധുരം ആവശ്യമില്ല. അപ്പോൾ മധുരം നല്ലതുപോലെ വേണമെന്നുള്ളവർക്ക് 1/4 കപ്പ് നിറച്ച് തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ടയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ മുഴുവൻ മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുക. മസാല നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മൈദക്കൂട്ട് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേശ്ശെയായിട്ട് നമ്മൾക്ക് ഇതിൽ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളെടുത്ത പൊടിയേക്കാൾ കൂടുതൽ നനവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റാണ്, ഞാൻ കൂടുതൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ മാവ് കുറച്ചും കൂടി ലൂസായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 1.5 കപ്പ് മൈദ കറക്റ്റായിട്ട് ഇതിൽ കുറേശ്ശായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇതുപോലൊരു ഡോ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഡോ കറക്റ്റായിട്ട് തന്നെ വന്നെടുക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി വെള്ളമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോ കുറച്ചും കൂടി ബട്ടർമയും കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പും കൂടി മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഡോ ആക്കിയെടുക്കാം. ഇനി നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പാക്കിയാണ് എടുക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുക്കീസ് ഷേപ്പാണ് എടുക്കുന്നത്. റൗണ്ടിൽ നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു ചെറിയ ഉരുളയെടുത്ത് കയ്യിൽ ഒന്ന് വെച്ച് പരത്തി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഷേപ്പാക്കി എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇത് ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ഞാൻ എല്ലാ കുക്കീസും റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കിയുടെ ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് കുക്കി കട്ടർ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ കുറച്ചധികം ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പോയി കാണണമെങ്കിൽ ഒന്ന് പോയി കാണാം. അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ കുക്കീസും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കൊരു 10-12 കുക്കീസ് ഈ ഒരു വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കുക്കീസിൻ്റെ മുകളിലേക്ക് ഞാൻ എഗ്ഗ് വാഷ് ചെയ്യുകയാണ്. എഗ്ഗ് വാഷ് ചെയ്യുന്നത് കുക്കീസിന് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കുക്കീസിനൊക്കെ ഒരു ഗ്ലേസിങ് മുകൾ ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ എഗ്ഗ് വാഷ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ എഗ്ഗ് വാഷ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് മിൽക്ക് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പം മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് മുട്ടയുടെ പകരം തൈരോ മിൽക്കോ ചേർത്തിട്ട് ഡോ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിത് 20 തൊട്ടിട്ട് 25 മിനിറ്റ് വരെ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്, പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ. അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ബേക്ക് ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുക്കീസ് ട്രേ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഞാൻ വളരെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് മുകളിൽ ഞാനൊരു കിച്ചൺ ടവൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓവനിൽ ബേക്ക് ചെയ്ത കുക്കിയൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓവനിൽ ബേക്ക് ചെയ്ത കുക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിഭാഗമൊക്കെ നല്ലതുപോലെ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഗ്ലേസിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച കുക്കി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച കുക്കി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 30 മിനിറ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ ടൈം എടുത്തിട്ടുണ്ട്. കണ്ടോ, അടിഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ കുക്കിയും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലെ കുക്കീസും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നോക്കൂ, ഇതിന് മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഗ്ലേസിങ്ങിൻ്റെ കുറവുണ്ട്. ഓവനിൽ വെച്ച കുക്കീസിന് മുകൾ ഭാഗം നല്ല ഗ്ലേസിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച കുക്കീസ് അത് കിട്ടിയിട്ടില്ല. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും. അപ്പോൾ ഓവൻ ഇല്ലെങ്കിലും കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുക്കീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കുക്കി എപ്പോഴും തണുത്തതിന് ശേഷം മാത്രമാണ് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉൾഭാഗം വേവാത്തതുപോലെ തോന്നും. കണ്ടോ, നമ്മൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ കുക്കി വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പിയോട് പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല പെർഫെക്റ്റ് മസാല കുക്കിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, അതിലേറെ എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പീസുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പീസുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.